Okay. അടുത്തത് എക്സാമ്പിൾ 1.5 ആണ് ടെക്സ്റ്റിലത്തെ. എക്സാമ്പിൾ 1.5 എളുപ്പമാണ്. രണ്ട് സ്ഫിയേഴ്സ് പറഞ്ഞിട്ടുണ്ട്, എ ആൻഡ് ബി, ഈച്ച് ഹാവിങ് എ ചാർജ് Q. ഐഡന്റിക്കൽ സ്ഫിയേഴ്സ് ആണ്. അല്ല, ഐഡന്റിക്കൽ ആണ്, ചാർജ് ഡിഫറെന്റ് ആണ്. എ ഹാസ് എ ചാർജ് Q, ബി ഹാസ് എ ചാർജ് Q ഡാഷ്. നൗ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് അവർ ആർ. അഗൈൻ നമുക്ക് വാല്യൂസ് എടുക്കണ്ട, നമുക്ക് ആർന്ന് എടുക്കാം ഡിസ്റ്റൻസിനെ. ഇനി അവരെന്താ പറഞ്ഞിരിക്കുന്നത്, ഒരു ഐഡന്റിക്കൽ സ്ഫിയേഴ്സ് സി ആൻഡ് ഡി ആർ ബ്രോട്ട് ഇൻ ടച്ച്, അൺചാർജ്ഡ് സ്ഫിയേഴ്സ് ആണ്. അപ്പോൾ സീനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു, ഇതിന്റെ ചാർജ് 0 ആണ്. ഡീനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു, ഇതിന്റെ ചാർജും 0 ആണ്. അപ്പൊ നേരത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടതാണ്, ചാർജസ് വിൽ ഗെറ്റ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് വെച്ചാൽ ഈ സിയില് യു വിൽ ഹാവ് എ ചാർജ് Q/2, സിയില് Q/2, എയില് Q/2 വരും, സിയില് Q/2 വരും. ബി വിൽ നൗ ഹാവ് എ ചാർജ് Q'/2, ഡി വിൽ ഓൾസോ ഹാവ് എ ചാർജ് Q'/2. ഇനി സിയും ഡിയും നമ്മൾ ബോധേഡ് അല്ല, അതിനെ നമ്മൾ റിമൂവ് ചെയ്യണം. ബോത്ത് ദ സ്ഫിയേഴ്സ് ആർ റിമൂവ്ഡ് ഫ്രം ദിസ്. അപ്പൊ മൊത്തത്തിൽ ഇഫക്റ്റ് എന്താണ്? ഇനീഷ്യലി സപ്പോസ് നമ്മൾ ആദ്യം എയും ബിയും രണ്ട് സ്ഫിയേഴ്സ് ആണ്, ഈച്ച് ഹാവിങ് എ ചാർജ് Q ആൻഡ് Q'. അപ്പോഴത്തെ ഫോഴ്സിനെ നമ്മൾ എഫ് എന്ന് വിളിക്കുകയാണെങ്കിൽ F is equal to 1/4πε0 Q'/r² ആയിരുന്നു നമ്മുടെ ഒറിജിനൽ ഫോഴ്സ്. ഇപ്പൊ Q എന്നുള്ളത് Q/2 ആയി, Q' എന്നുള്ളത് Q'/2 ആയി. ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഡിസ്റ്റൻസ് പകുതിയാക്കുന്നുണ്ട്. 5 സെന്റിമീറ്റർ എന്നാണ് അതിൽ പറയുന്നത്. യു ക്യാൻ സേ ഇറ്റ് ഇസ് ഹാഫ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ ഒരു മാറ്റം വന്നത്, ഈ ബി എന്നുള്ളത് അടുത്തേക്ക് വന്നു. അപ്പതാ ബി ഇപ്പൊ ഇങ്ങോട്ട് വന്നു വിത്ത് ഇറ്റ്സ് ചാർജ് Q'/2. The distance has now been reduced to R/2. അപ്പൊ ഇത്രയേ ഉള്ളൂ. എഫ് ഡാഷ് എന്ന് പറയുമ്പോൾ എന്ത് വരും? എഫ് ഡാഷ് is equal to 1/4πε0 Q എന്നുള്ളതിന് പകരം Q/2, Q' എന്നുള്ളതിന് പകരം Q'/2, ആറിന് പകരം R/2 ഹോൾ സ്ക്വയർ വരും. ചെയ്തു വരുമ്പോൾ മുകളിൽ Q'/4 എന്ന് വരും, അടിയിൽ R²/4 എന്ന് വരും. ആ /4 ന്യൂമറേറ്ററിലും ഡെനോമിനേറ്ററിലും വരുന്ന കാരണം കൊണ്ട് അത് ഡിലീറ്റ്, അത് കട്ടായി പോവും. ആസ് എ റിസൾട്ട് ഓഫ് വിച്ച് യു വിൽ ഗെറ്റ് F' is equal to 1/4πε0 Q'/R² എന്ന് തന്നെ കിട്ടും. ഓർ ഇൻ അതർ വേർഡ്സ് F' is equal to F. അത്രയേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ എക്സാമ്പിൾ 1.6 ആണ്. നോക്കൂ, അവിടെ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ പറഞ്ഞിട്ടുണ്ട്, 3 ചാർജസ് പറഞ്ഞിട്ടുണ്ട്. സോ യു ക്യാൻ നെയിം ദ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആസ് എ, ബി ആൻഡ് സി. 3 ചാർജസ് Q1, Q2, Q3, പക്ഷെ അത് മൂന്നും ഈക്വൽ ടു സ്മോൾ ക്യൂ ആണ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ വേറെ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. സ്മോൾ ക്യൂ എന്ന് പറഞ്ഞ ചാർജ് 3 സ്ഥലത്തും വെക്കണം. സെൻട്രോയിഡിൽ യു ആർ കീപ്പിംഗ് എ ചാർജ് ക്യാപിറ്റൽ ക്യൂ. അപ്പൊ സെൻട്രോയിഡ് എന്ന് പറയുമ്പോൾ ദിസ് ഇസ് എൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് വെച്ചാൽ, ഈ സെൻട്രോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയൻസ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് സെൻട്രോയിഡ്. പക്ഷെ നമുക്ക് ഇവിടെ വി ക്യാൻ കൺസിഡർ സെൻട്രോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഒരു പ്രത്യേകത, മീഡിയനും ആൾട്ടിറ്റ്യൂഡും ആംഗിൾ ബൈസെക്ടറും എല്ലാം സെയിം ആയിരിക്കും. സോ 90 ഡിഗ്രി ആയിരിക്കും. സോ ഓൾ ഓഫ് ദീസ് വിൽ ഹാവ്, ഈ ലൈൻസ് ഒക്കെ മീഡിയൻസ് ആണ്. ദേ ബൈസെക്ട് ദി ഓപ്പോസിറ്റ് സൈഡ് ആൻഡ് ദേ ഓൾസോ മേക്ക് ആൻ ആംഗിൾ ഓഫ് 90 ഡിഗ്രി. നൗ അതാണ് സെൻട്രോയിഡ്. അവിടെയാണ് നമ്മൾ, ലെറ്റ് us call our centroid as ക്യാപിറ്റൽ O എന്ന് വിളിക്കാം. അവിടെയാണ് നമ്മൾ ക്യാപിറ്റൽ Q എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാർജിനെ നമ്മൾ വെക്കാൻ പോകുന്നത്. So we are going to keep a charge capital Q here. നമുക്ക് വേണ്ടത് സ്മോൾ ഈ ഒരു സിസ്റ്റം, ഈ സ്മോൾ ക്യൂ, 3 സ്മോൾ ക്യൂകൾ വെച്ചിട്ടുള്ള ആ ഒരു സിസ്റ്റം ക്യാപിറ്റൽ ക്യൂമെ എക്സേർട്ട് ചെയ്യാൻ പോകുന്ന ഫോഴ്സ് എന്താണ്? വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പടം വെറുതെ നോക്കിയിട്ട് പറയാം. എക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്, അപ്പൊ എല്ലാ മീഡിയൻസും ഒരേ ലെങ്ത് ആയിരിക്കും. അതുകൊണ്ട് എയോ ബിയോ സിയോ എല്ലാം ഒരേ ലെങ്ത് ആയിരിക്കും. ആസ് എ റിസൾട്ട് ഈക്വൽ ചാർജസ് ആണ്, ഈക്വൽ ഡിസ്റ്റൻസസ് ആണ്, എല്ലാ ഫോഴ്സും ഈക്വൽ ആയിരിക്കും. ആൻഡ് ദേ ആർ സിമെട്രിക്കൽ, ഈക്വൽ ആൻഡ് സിമെട്രിക്കൽ. ഇപ്പൊ ഫോഴ്സസിനെ നമ്മൾ കാണിക്കുകയാണെങ്കിൽ, ഈ ക്യാപിറ്റൽ സ്മോൾ ക്യൂ എയിലുള്ള ചാർജ് കാരണം ഇങ്ങോട്ടൊരു ഫോഴ്സ് വരും, അതിനെ നമുക്ക് FA എന്ന് വിളിക്കാം. ബിയിലുള്ള ചാർജ് കാരണം ഇങ്ങോട്ടൊരു റിപ്പൾസീവ് ഫോഴ്സ് വരും, അതിനെ നമുക്ക് FP എന്ന് വിളിക്കാം.
സിയിലുള്ള ചാർജ് കാരണം ഇങ്ങോട്ടൊരു ഫോഴ്സ് വരും, അതിനെ നമുക്ക് എഫ് സി എന്ന് വിളിക്കാം. കണ്ടാൽ അറിയാം എഫ് എ, സോറി, ദിസ് ഇസ് എഫ് എ, എഫ് ബി ആൻഡ് എഫ് സി എല്ലാം ഈക്വൽ ആണ്, സിമെട്രിക്കലി ഓറിയന്റഡ് ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പറയാം ദ ടോട്ടൽ ഫോഴ്സ് ഓൺ ക്യാപിറ്റൽ ക്യൂ ഇസ് ഈക്വൽ ടു 0. അപ്പൊ ശരിക്കും അത്രേ പറയേണ്ട കാര്യമുള്ളൂ. പക്ഷെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് അനലൈസ് ചെയ്യാം. ഇതിനകത്തുള്ള കുഞ്ഞു കുഞ്ഞു ചില കാര്യങ്ങൾ വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻസിൽ ആവശ്യം വന്നാലോ എന്നുള്ള നിലയ്ക്ക് വി വിൽ ഡു എ ലിറ്റിൽ മോർ അനാലിസിസ് ഓൺ ദിസ്. നോക്കൂ, ഈ എഫ് എ, എഫ് ബി, എഫ് സിയുടെ വാല്യൂ കണ്ടുപിടിക്കാം. നമ്മളിപ്പോൾ ഇതിൽ കണ്ടുപിടിച്ചിട്ട് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ചോദിച്ചിട്ടില്ല ആ ക്വസ്റ്റ്യനിൽ, ബട്ട് സ്റ്റിൽ നമ്മുടെ ഇൻഫർമേഷന് വേണ്ടി നമുക്കൊന്ന് കണ്ടുപിടിക്കാം. സോ ലെറ്റ് സീ. Now you consider, okay, ഇതൊന്നുകൂടി വരയ്ക്കാം. ഇപ്പൊ ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്, എ ബി സി. ഇത് 3 മീഡിയൻസ് ആണ്. നമുക്ക് സിംഗിൾ ഒരു സിസ്റ്റം എടുക്കാം. ഇത് സ്മോൾ ക്യൂ, ഇത് ക്യാപിറ്റൽ ക്യൂ. എൽ ആണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ സൈഡിന്റെ നീളമായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ബി സിയുടെ ലെങ്ത് വിൽ ഓൾസോ ബി ഈക്വൽ ടു എൽ. അപ്പോ ലെറ്റ് us call this point as D. അപ്പോ ബി ഡി എന്ന് പറഞ്ഞാൽ L/2 ആയിരിക്കും. ഡി സി വിൽ ഓൾസോ ബി ഈക്വൽ ടു L/2. നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് വേണ്ടത് വി നീഡ് ദി ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ ചാർജ് അറ്റ് എ ഓൺ ദ ചാർജ് അറ്റ് ഒ. അപ്പൊ ഇതാണ് നമ്മുടെ ഡിസ്റ്റൻസ് ആയിട്ട് വരിക. ഒ എ എന്ന് പറയുന്നതാണ് നമ്മുടെ ഡിസ്റ്റൻസ്. അപ്പൊ അക്കോർഡിംഗ് ടു അവർ കുലൂംസ് ലോ വി ഹാവ് F is equal to 1/4 pi epsilon 0 small q into capital Q by r square. ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒ എ ആണ്. സോ ഒ എ സ്ക്വയർ. അപ്പൊ നമുക്ക് ആകെ ചെയ്യേണ്ടത് ഒ എയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് വി നീഡ് ടു ഗോ ടു സം മാത്ത് ദാറ്റ് വി ഹവ് ഡൺ ഇൻ അവർ പ്രീവിയസ് ക്ലാസ്സസ്. ഇത്രയേ ഉള്ളൂ. കൺസിഡർ ട്രയാങ്കിൾ എ ബി ഡി കൺസിഡർ ചെയ്യുക. എ ഡി ബി. ADB is a right triangle. കാരണം മീഡിയനും ആൾട്ടിറ്റ്യൂഡ് ഒക്കെ സെയിം ആണ്. ADB is a right triangle. അപ്പൊ പൈത്തഗോറസ് തിയറം പ്രകാരം ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ, ഓർ AD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് ഓഫ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ, ഓർ വി ക്യാൻ സേ, വി ക്യാൻ റൈറ്റ് ദിസ് ഡൗൺ. AD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ is equal to root of hypotenuse square എന്ന് പറഞ്ഞാൽ L square ആണ്, മൈനസ് ബേസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ L/2 ഹോൾ സ്ക്വയർ ആണ്. വർക്ക്ഔട്ട് ചെയ്ത് നോക്കിക്കോളൂ. അത് L square മൈനസ് L square by 4 എന്ന് വരും. ദാറ്റ് ഇസ് 3/4 L square ആണ്. റൂട്ട് എടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് root 3/2 L എന്ന് കിട്ടും. അതാണ് എ ഡിയുടെ വാല്യൂ. ഇനി AO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ഈക്വൽ ടു 2/3 ഓഫ് AD. AO is equal to 2/3 of AD. അതിന്റെ കാരണം ഈ സെൻട്രോയിഡ്, ഈ മീഡിയൻസ് മീറ്റ് ചെയ്യുന്ന പോയിന്റിന്, ആ O എന്ന് പറഞ്ഞ പോയിന്റിനെയാണ് നമ്മൾ സെൻട്രോയിഡ് എന്ന് വിളിക്കുക. മാത്തിൽ യു ഹാവ് എ തിയറം വിച്ച് സേസ് ദാറ്റ് സെൻട്രോയിഡ് ഡിവൈഡ്സ് ദ മീഡിയൻ ഇൻ ദ റേഷ്യോ 2:1. അപ്പൊ ടോട്ടൽ 3 പാർട്സ് ആണെങ്കിൽ AO വിൽ ബി 2 പാർട്സ് ആൻഡ് OD വിൽ ബി 1 പാർട്ട്. അതായത് ടോട്ടൽ 3 പാർട്സിൽ 2 പാർട്സ് ആണ് OA. Or we can say that OA is equal to 2/3 of AD. എന്ന് വെച്ചാൽ 2/3 into root 3/2 L എന്ന് വരും. 2 ക്യാൻസൽ ആവും. root 3/3 എന്ന് പറയുമ്പോൾ അത് L/√3 എന്ന് വരും. സോ OA will be equal to L/√3. അപ്പൊ ഇവിടെ OAക്ക് നമ്മൾ L/√3 കൊടുക്കുകയാണെങ്കിൽ സ്ക്വയർ ചെയ്യുമ്പോൾ L²/3 എന്ന് വരും. ആ 3 മുകളിലേക്ക് പോകും. സോ യു ഹാവ് 1/4 pi epsilon 0 capital Q into small q by L²/3. അപ്പൊ L² അടിയിൽ നിൽക്കും, ആ 3 മുകളിൽ വരും. സോ F will be equal to 3/4 pi epsilon 0 into QQ by L². ഇതാണ് ഒരു ഫോഴ്സിന്റെ വാല്യൂ. 3 ഫോഴ്സിനും ഇതേ വാല്യൂ ആയിരിക്കും. ഈക്വലന്റ് അത് എല്ലാവരും 3 എണ്ണം ഉണ്ട്. സിമെട്രിക്കലി ഓറിയന്റഡ് ആയത് കാരണം കൊണ്ട് ദ റിസൾട്ടന്റ് വിൽ ബി ഈക്വൽ ടു 0. അത്രയേ ഉള്ളൂ അത്. And the final one here is example 1.7. ഇതേപോലെ തന്നെ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു വ്യത്യാസം ഉള്ളത്, എയും ബിയിലും ഉള്ളത് പോസിറ്റീവ് ചാർജസ് ആണ്, പക്ഷെ സിയിലുള്ളത് ഒരു നെഗറ്റീവ് ചാർജ് ആണ്. സോ ദിസ് ഇസ് പ്ലസ് ക്യൂ, ദിസ് ഇസ് പ്ലസ് ക്യൂ, ബട്ട് ദിസ് ഇസ്
minus q. ഇനി ഓരോ ചാർജുമേലുള്ള ഫോഴ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സോ യു ക്യാൻ ട്രൈ ദിസ് ഔട്ട് ഫോർ യുവർ സെൽഫ്. ജസ്റ്റ് ബേസിക്സ് പറഞ്ഞു തരാം. ഇപ്പൊ എയിലുള്ള ചാർജിനെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വാട്ട് ഓൾ ഫോഴ്സസ് വിൽ ബി ആക്ടിങ് ഓൺ ഇറ്റ്? ഈ മൈനസ് ക്യൂ എന്ന് പറയുന്ന ചാർജ് ഈ പ്ലസ് ക്യൂവിനെ അട്രാക്ട് ചെയ്യും. അപ്പൊ ഇങ്ങോട്ടൊരു ഫോഴ്സ് ഉണ്ടാവും. along AC you will have a force. L ആണ് ഡിസ്റ്റൻസ്. അപ്പൊ വേറെ ഒന്നുമില്ല, 1/4πε0 into q by r square. മൈനസ് അവിടെ നോക്കേണ്ട ആവശ്യമില്ല, അത് ഡയറക്ഷന് വേണ്ടി മാത്രമാണ്. അപ്പൊ അങ്ങോട്ടൊരു ഫോഴ്സ് ഉണ്ടാവും. ലെറ്റ് us call it as F1. ഇനി F1A എന്ന് വിളിക്കാം അതിനെ, F1A. ഇനി ബിയിലുള്ളത് പോസിറ്റീവ് ക്യൂ ആണ്, അത് ഈ എയിലുള്ള പോസിറ്റീവ് ക്യൂവിനെ റിപ്പൽ ചെയ്യാണ് ചെയ്യുക. അപ്പൊ ബിയിലുള്ള ചാർജ് കാരണം എയിലുള്ള ചാർജുമേ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ്, ബിയിലുള്ള സ്മോൾ ക്യൂ ചാർജ് എയിലുള്ള സ്മോൾ ക്യൂ ചാർജിനെ റിപ്പൽ ചെയ്യാണ് ചെയ്യുക. സോ ദിസ് വിൽ ബി ദി ഫോഴ്സ്. സോ ലെറ്റ് us call that as F2A. ഇനി ടോട്ടൽ ഫോഴ്സ് ആണ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ രണ്ടിന്റെയും വെക്ടർ സം ആണ് വേണ്ടത്. അപ്പോൾ നോക്കൂ, ഇതൊരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഈ ആംഗിൾ 60 ഡിഗ്രി ആണ്. അപ്പൊ ഇപ്പുറത്തുള്ള ആംഗിൾ ഒബ്വിയസ്ലി 120 ഡിഗ്രി ആയിരിക്കും. വെക്ടർ നിങ്ങൾ 11th പഠിച്ചത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി റീക്യാപ്പ് ചെയ്യാം. എന്തായിരിക്കും? വെക്ടർ അഡീഷൻ ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ R വെച്ചിട്ടാണല്ലോ പഠിച്ചിരിക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് R is equal to root of a square plus b square plus 2ab cos theta എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ എ ബി എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ഫോഴ്സസ് ആണ്, F1A ആൻഡ് F2A. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും F1A ആൻഡ് F2A മാഗ്നിറ്റ്യൂഡ് വൈസ് ഈക്വൽ ആയിരിക്കും, ഡയറക്ഷൻ മാത്രമേ വ്യത്യാസമുള്ളൂ. കാരണം ഒരേ ചാർജ് ആണ്, ഒരേ ഡിസ്റ്റൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് F1A ആൻഡ് F2A ഹാവ് ദി സെയിം വാല്യൂ. നമുക്ക് അതിനെ F എന്ന് വിളിക്കാം. അപ്പൊ നമ്മൾക്ക് ആവശ്യമുള്ള ഫോഴ്സ് ഓൺ എ FA will be equal to root of F square plus F square plus 2 into A into B എന്ന് പറഞ്ഞാൽ F into F. അപ്പൊ 2F square cos theta. Theta 120 ആണ്. cos 120 minus 1/2 ആണ്. അത് ബൈ ഹാർട്ട് പഠിച്ചു വെച്ചോളൂ. അപ്പൊ cos theta എന്ന് പറയുമ്പോൾ minus 1/2 വരും. ഈ 2 ക്യാൻസൽ ആയി പോവും. minus F square വരും. So you will have root of F square plus F square minus F square എന്ന് വരും. So FA will be equal to F. F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/4πε0 Q into Q by L square. അത്രേ ഉള്ളൂ. ഇതേ തന്നെയാണ്, ഇത് സെയിം തിങ് തന്നെയാണ് ബിയിൽ വരിക. ഇങ്ങോട്ടൊരു ഫോഴ്സ് ഉണ്ടാവും, ഇങ്ങോട്ടൊരു ഫോഴ്സ് ഉണ്ടാവും. ആംഗിൾ 120 ഡിഗ്രി ആയിരിക്കും. ഇതുപോലെ തന്നെ വരും. മൈനസ് ക്യൂല് പക്ഷെ വ്യത്യാസമുണ്ട്, കാരണം രണ്ടും അട്രാക്റ്റീവ് ഫോഴ്സസ് ആണ്. ഒരു ഫോഴ്സ് ഇങ്ങോട്ടും ഒരു ഫോഴ്സ് ഇങ്ങോട്ടും വരും. എഫിന്റെ വാല്യൂ ഒക്കെ സെയിം തന്നെ, ഓൺലി ഡിഫറൻസസ് യു ഹാവ് ടു ടേക്ക് ദി ആംഗിൾ ആസ് 60 ഡിഗ്രി. അപ്പൊ റൂട്ട് ഓഫ് F square plus F square plus 2F square cos 60 ചെയ്യണം. cos 60 is 1/2. അപ്പൊ അവിടെ നമുക്ക് √3F എന്ന ആൻസർ വരും. ഇവിടെ ഈ കേസിൽ മാത്രം ടോട്ടൽ ഫോഴ്സ് FC എന്ന് പറയുന്നത് √3F എന്ന ആൻസർ വരും. അത് മാത്രമേ വ്യത്യാസമുള്ളൂ. എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം? സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. അഗൈൻ എനി ടൈം ഇൻ കേസ് ഓഫ് ഡൗട്ട് പ്ലീസ് ആസ്ക്. ടെക്സ്റ്റിലും വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്, റീഡ് ത്രൂ ഇറ്റ്. സോ ഐ ഹോപ്പ് യു ഗെറ്റ് എ ജനറൽ ഐഡിയ അബൌട്ട് ഇപ്പൊ നമ്മൾ പഠിച്ച ഭാഗം ഇലക്ട്രിക് ചാർജസും കുലൂംസ് ലോ, ഫോഴ്സ് ബിറ്റ്വീൻ ചാർജസ് ആൻഡ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ, ഇത്രയും കാര്യങ്ങളും അതിന്റെ തിയറിയും അതിന്റെ പ്രോബ്ലംസും ആണ് ചെയ്തത്. അടുത്ത പോർഷൻ ഇലക്ട്രിക് ഫീൽഡ് ആണ്, വിച്ച് വി വിൽ ഡു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. So hope you are able to follow. Thank you. Do give me those feedbacks. Thank you so much.